പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ 10th പ്രിലിംസിന്റെ തേർഡ് ഫേസ് എക്സാമിനേഷൻ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇന്ന് ഈ വീഡിയോയിൽ ഇപ്പോൾ നടത്തിയിട്ടുണ്ടായിരുന്ന ഈ ഒരു 10th പ്രിലിംസിന്റെ മൂന്നാമത്തെ ഫേസിന്റെ ആൻസർ കീ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് തന്നെ കടക്കാം. അതിനു മുമ്പേ ഈ ഒരു ആൻസർ കീക്ക് ശേഷം ആൻസർ കീ പറഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ള കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോയിലെ കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് കൂടി ഒന്ന് പറയുക കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക. ഇന്ത്യയുടെ കായിക മേഖലയുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുള്ള വിവരങ്ങളിൽ ശരിയായ രീതിയിൽ ക്രമീകരിക്കുക എന്നാണ് പറയുന്നത്. ഈ ഒന്നാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം വരുന്ന ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ എന്ന് പറയുമ്പോൾ ഹോക്കി എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു? ഏറ്റവും കൂടുതൽ ഒളിമ്പിക് മെഡൽ നേടിയ ഇനമാണ്. PT ഉഷ എന്താണ്? CUKയുടെ പ്രഥമ ഓണററി ഡോക്ടറേറ്റ് നേടിയിട്ടുണ്ട്. മുംബൈ ഇന്ത്യൻസ് പ്രഥമ വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ്. വിശ്വനാഥൻ ആനന്ദ് ലോക ചെസ് ചാമ്പ്യൻ പട്ടം. ഈ ഒരു രീതിയിലാണ് ഇത് അറേഞ്ച് ചെയ്യേണ്ടത്. അടുത്ത രണ്ടാമത്തെ ചോദ്യം എന്താണ്? താഴെ പറയുന്നവയിൽ തെറ്റായ ജോഡികൾ ഏതെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. രണ്ടാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം എന്ന് പറയുന്ന ഓപ്ഷൻ എ ആണ്. എയും ബിയും തെറ്റ് എന്ന് പറയുമ്പോൾ ഈ 2 പോയിന്റുകൾ തെറ്റെന്ന് പറയുന്ന ഓപ്ഷൻ എ ആണ് ഇതിൽ നിങ്ങൾ ശരിയായിട്ട് മാർക്ക് ചെയ്യേണ്ടത്. അടുത്ത മൂന്നാമത്തെ ചോദ്യം കണ്ടല്ലോ. കരിമ്പന പട്ടകളിൽ കാറ്റ് പിടിക്കുന്ന പോലെ ഞാൻ ചിലപ്പോൾ ചിലതിൽ നഷ്ടപ്പെടുന്നു, അത് പകർത്താൻ ശ്രമിച്ചെന്ന് മാത്രം. ഓക്കെ, അപ്പൊ ഇതില് ഈ കരിമ്പന പട്ട എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അവിടെ ഉത്തരം കിട്ടും. ഓപ്ഷൻ ഏതാണ് ശരി ഉത്തരം? ബി ആണ്. ഖസാക്കിന്റെ ഇതിഹാസമാണ് അല്ലെ, ഖസാക്കിന്റെ ഇതിഹാസമാണ് വരേണ്ടത്. അടുത്ത നാലാമത്തെ ചോദ്യം നോക്കിയേ. ചേരുംപടി ചേർക്കുക. ഈ നാലാമത്തത് നമുക്ക് ഏത് രീതിയിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് അറേഞ്ച് ചെയ്യാനായിട്ട് പറ്റും? ഏത് രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും? ഇതിൽ ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരമായിട്ട് വരേണ്ടത്. എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? ഒന്നാമത്തേത് അടൂർ ഗോപാലകൃഷ്ണൻ ദേശീയ അവാർഡുകൾ നേടിയ മികച്ച സംവിധായകൻ. JC ഡാനിയൽ എന്ന് പറയുന്നത് എന്താണ്? മലയാള സിനിമയുടെ പിതാവ്. റസൂൽ പൂക്കുട്ടി എന്താണ്? ഓസ്കാർ നേടിയ ആദ്യ മലയാളി. തോപ്പിൽ ബാസി കേരള പീപ്പിൾസ് ആർട്സ് ക്ലബ്ബ് അല്ലെ. അപ്പൊ അതാണ് ഇതിൽ കറക്റ്റ് ആയിട്ട് വരുന്നത്. അഞ്ചാമത്തെ ചോദ്യം എന്താണ്? 2023 മാർച്ച് 30 രണ്ടാം G20 ഉച്ചകോടിയുടെ ഭാഗമായിട്ടുള്ള ഷെർപ്പ സമ്മേളനത്തിന് വേദിയായ കേരളത്തിലെ സ്ഥലം ചോദിച്ചാൽ അത് ഓപ്ഷൻ സി ആണ്. കുമരകമാണ് ശരി ഉത്തരം. ഇന്ത്യയുടെ സാംസ്കാരിക ചരിത്രവുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായവ ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ശരിയായവ ഏതെന്നാണ്. നമുക്കിതിലറിയാം കേരളത്തിന്റെ തനത് നൃത്തരൂപം ഭരതനാട്യം തെറ്റാണ്. കർണാടകയുടെ തനത് ശാഖയാണ് സോപാന സംഗീതം, അതും തെറ്റാണ് ഇതിൽ വരുന്നത് അല്ലെ. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് കിട്ടും ഓപ്ഷൻ സിയും ഡിയും ഇതിനകത്ത് ശരിയാണ്. എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ നിന്ന് ആദ്യമായിട്ട് ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയവ അജന്ത, എല്ലോറ ഗുഹകൾ, താജ്മഹൽ എന്നിവയാണ്. അതുപോലെ തന്നെ ചരിത്രത്തിൽ വർത്തമാന കാലവുമായി ബന്ധിപ്പിക്കുന്ന കണ്ണികകളാണ് സ്മാരകങ്ങൾ. ഈ 2 പോയിന്റുകൾ ഇതിനകത്ത് കറക്റ്റ് ആണ്. ഈ പറയുന്ന നാലാമത്തെ പോയിന്റ് ആണ്, അല്ലെങ്കിൽ സിയും ഡിയും ഇതിനകത്ത് ശരിയാണ്, എയും ബിയും തെറ്റാണ്. ആ ഒരു രീതിയിലാണ് നിങ്ങൾ ഇത് അറേഞ്ച് ചെയ്യേണ്ടത്. അടുത്ത ചോദ്യം ഏഴാമത്തേതാണ്. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായവ തിരഞ്ഞെടുത്ത് എഴുതാനാണ്. ശരിയായവ തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഏഴാമത്തെ ചോദ്യമാണ്. ഏഴാമത്തെ ചോദ്യം നമ്മുടെ ഉപഗ്രഹാധിഷ്ഠിത മാപ്പിംഗ് ടൂളായിട്ടുള്ള ഭുവനെ കുറിച്ചിട്ടാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പൊ നമുക്ക് ഇതിനകത്ത് ചെറിയ കൺഫ്യൂഷൻ വരാനൊക്കെ ആയിട്ടുള്ള സാധ്യത ഇതിനകത്ത് വരുന്നുണ്ട്. ഇതിൽ എയും ബിയും സിയും ശരിയാണ്. ഇതിനകത്ത് കൊടുത്തിട്ടുള്ള 3 പോയിന്റുകളും ശരിയാണ്. ഒരു ഉപഗ്രഹാധിഷ്ഠിത മാപ്പിംഗ് ടൂൾ സോഫ്റ്റ്വെയർ ആണ് ഭുവൻ. ഗൂഗിൾ എർത്തിന് ബദലായി ഇന്ത്യ വികസിപ്പിച്ചെടുത്ത സംവിധാനമാണ് ഭുവൻ. 2009 മാർച്ചിൽ പ്രവർത്തനക്ഷമമായ ISRO ആണ് എന്ത് ചെയ്തത്? ഇത് നിർമ്മിച്ചത് എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പൊ ഇതിനകത്ത് പറയുന്ന 3 പോയിന്റുകളും ഇതിനകത്ത് ശരിയാണ്. അതുപോലെ തന്നെ മലയാളത്തിലെ ദൃശ്യമാധ്യമ ചരിത്രത്തിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വാർത്താ അവതാരകൻ ചോദിച്ചാൽ നമുക്കറിയാം ഇവാൻ ആണ്. ഇവാൻ നമ്മൾ കേട്ടതാണ്, 24 ന്യൂസിലൊക്കെയാണ് ഇത് വന്നിട്ടുണ്ടായിരുന്നത്. ഇവാൻ ആണ് അതിന്റെ ശരി ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം. ഇന്ത്യയിലെ നികുതി സമ്പ്രദായവുമായി ബന്ധപ്പെട്ട ഏതാനും വസ്തുതകൾ തന്നിരിക്കുന്നു. ഇവയിൽ ശരിയായ ജോഡികൾ ചോദിക്കാൻ പറഞ്ഞാൽ എയും സിയും എന്ന് പറയുമ്പോൾ GST എന്നതിന്റെ പൂർണ്ണ രൂപം ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആണെന്ന് പറയുന്നതും, അതുപോലെ തന്നെ 2017 ജൂലൈ 1 ഈ നിയമം നിലവിൽ വന്നു എന്ന് പറയുന്ന 2 പോയിന്റുകളാണ് ഇതിനകത്ത് ശരിയായിട്ട് ഉള്ളത്. ഓക്കെ, അടുത്ത 10ാമത്തെ ചോദ്യമാണ്. നൽകിയിട്ടുള്ള സൂചനകളുടെ അടിസ്ഥാനത്തിൽ തന്നിട്ടുള്ള പദ്ധതിയുടെ പേര് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിൽ ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. സ്വർണ്ണ ജയന്തി, ഷഹാരി റോസ്ഗാർ യോജന. നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക് ഈ പദ്ധതിയിൽ പ്രയോജനമുണ്ട്. സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്നു. ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടികളാണ് ഇതിന്റെ ഭാഗം എന്ന് പറയുന്നത്. അപ്പൊ ഈ 3 പോയിന്റുകളും ഇതിനകത്ത് ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് ഇതിനകത്തുള്ള ശരി ഉത്തരം. എന്ന് പറയുമ്പോൾ സ്വർണ്ണ ജയന്തി, ഷഹാരി റോസ്ഗാർ യോജനയാണ് ഇതിന്റെ ഉത്തരമായിട്ട് വരേണ്ടത്. അടുത്ത റൂർക്കേല ഉരുക്ക് നിർമ്മാണശാല ഏത് രാജ്യത്തിന്റെ സഹായത്തോടു കൂടിയാണ് നിർമ്മിച്ചത്? ജർമ്മനിയുടെ ആണ് അല്ലെ. ജർമ്മനിയുടെയാണ്. നമുക്കറിയാം ജർമ്മനിയുടെ സഹായത്തോടു കൂടിയാണ് റൂർക്കേല നിർമ്മിച്ചത് എന്നുള്ള കാര്യം നമുക്കറിയാം. പശ്ചിമഘട്ട മലനിരകളും പൂർവ്വഘട്ട മലനിരകളും കൂടിച്ചേരുന്ന ഭാഗം ഏതാണ്? പശ്ചിമഘട്ട മലനിരകളും അതുപോലെ തന്നെ പൂർവ്വഘട്ട മലനിരകളും കൂടിച്ചേരുന്ന ഭാഗം ഏതെന്നാണ് നമ്മുടെ 12ാമത്തെ ചോദ്യം. 12ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം വരുന്ന ഏതാണെന്ന് അറിയാമോ?
ഏതാണ്? നീലഗിരിയാണ് അല്ലെ? നീലഗിരി, സിമ്പിൾ ആണ്, നീലഗിരിയാണ്. ഇതടുത്ത് ദേശീയപാത 1 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? നമുക്കറിയാം ഡൽഹി അമൃത്സർ ആണ്. ഡൽഹി അമൃത്സർ ആണ് ദേശീയപാത 1 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളാണ് ഡൽഹി അമൃത്സർ. ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണശാല ഏതെന്നാണ് നമ്മുടെ അടുത്ത ചോദ്യം. ജാംനഗർ ആണ്. ജാംനഗർ ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണശാല. ജാംനഗർ ആണ്. ഇന്ത്യയിലെ 1ാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം നമുക്കറിയാം 1951 1ാം പഞ്ചവത്സര പദ്ധതി ആരംഭിക്കുന്നത്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല ചോദിച്ചാൽ അത് ഏതാണ്? കണ്ണൂരാണ് അല്ലെ? കണ്ണൂരാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള കണ്ണൂരാണ്. ലക്ഷദ്വീപ് സമൂഹത്തിലെ ഏറ്റവും വലിയ ദ്വീപ് ഏതാണ്? അത് മിനിക്കോയ് ദ്വീപാണ്. മിനിക്കോയ് ദ്വീപാണ്. അതുപോലെ തന്നെ ദക്ഷിണേന്ത്യയിലെ 2ാമത്തെ ഉയരം കൂടിയ കൊടുമുടി ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? ദൊഡബേട്ടയാണ് കേട്ടോ. ദൊഡബേട്ടയാണ് ദക്ഷിണേന്ത്യയിലെ 2ാമത്തെ ഉയരം കൂടിയ കൊടുമുടി. ദൊഡബേട്ടയാണ്. 1ാമത്തെ നമുക്കറിയാം ആനമുടിയാണ്. അതുപോലെ തന്നെ മൊളാസീസ് ബേസിൻ എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണെന്ന് അറിയാമോ? മൊളാസീസ് ബേസിൻ അത് മിസോറാമാണ്. മിസോറാമാണ്. അതുപോലെ തന്നെ ഇന്ത്യയും ശ്രീലങ്കയ്ക്കും ഇടയിലുള്ള കടലിടുക്ക് ചോദിച്ചാൽ അത് പാക് കടലിടുക്കാണ്. ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിലുള്ളത് പാക് കടലിടുക്കാണ്. കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരെന്ന് ചോദിച്ചാൽ ഈ പറയുന്നവയിൽ വിശ്വാസ് മേത്തയാണ് ഇതിൽ ഉത്തരമായിട്ട് വരുന്നത്. അതുപോലെ തന്നെ ഇന്ത്യൻ ഭരണഘടനയിലെ റിട്ടുകൾ എന്ന ആശയം ഏത് രാജ്യത്തിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്? റിട്ട് ഫ്രം ബ്രിട്ടൻ അല്ലെ? റിട്ട് ഫ്രം ബ്രിട്ടൻ നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ ഇന്ത്യൻ വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് എന്നാണ്? ഇന്ത്യൻ വിദ്യാഭ്യാസ അവകാശ നിയമം 2010 ഏപ്രിൽ 1 ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. 24ാമത് എന്താണ്? ജനങ്ങളുടെ അവകാശം സംരക്ഷിക്കുന്നതിനായി ഇന്ത്യയിൽ ആദ്യമായി പ്രമേയം അവതരിപ്പിച്ച വ്യക്തി ആരാണ്? ജനങ്ങളുടെ അവകാശം സംരക്ഷിക്കുന്നതിനായിട്ട് ഇന്ത്യയിൽ ആദ്യമായിട്ട് പ്രമേയം അവതരിപ്പിച്ചത് മോത്തിലാൽ നെഹ്റു ആണ്. മോത്തിലാൽ നെഹ്റു ആണ്. അടുത്ത ചോദ്യം എന്താണ്? കരുതൽ തടങ്കലിൽ ഇരിക്കുന്ന വ്യക്തിയുടെ അറസ്റ്റ് എത്ര ദിവസം അഥവാ മാസം വരെ നീട്ടിക്കൊണ്ടു പോകാമെന്നാണ് പറയുന്നത്? കരുതൽ തടങ്കൽ നമ്മൾ 3 മാസമാണ് കേട്ടോ. 3 മാസമാണ് പ്രിവെന്റീവ് ഡിറ്റൻഷൻ എന്നൊക്കെ പറയുന്നത് അല്ലെ? അടുത്ത 1980 സുനിൽ ബത്ര ആൻഡ് ഡൽഹി അഡ്മിനിസ്ട്രേഷൻ കേസ് ഏത് വിഷയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏത് വിഷയമാണ്? പൊതു താല്പര്യ ഹർജിയാണ്. എന്താണ്? സുനിൽ ബത്ര വേഴ്സസ് ഡൽഹി അഡ്മിനിസ്ട്രേഷൻ കേസ് പൊതു താല്പര്യ ഹർജിയാണ്. സഹകരണ സംഘങ്ങളിൽ യൂണിയനുകൾ അഥവാ അസോസിയേഷനുകൾ രൂപീകരിക്കാം എന്നത് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലാണ് നിർദ്ദേശിക്കുന്നത് എന്നാണ് നമ്മുടെ അടുത്ത ചോദ്യം വരുന്നത്. എത്രാമത്തെയാണ്? 97ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലാണ്. അതുപോലെ തന്നെ ഇന്ത്യയിലെ നിലവിലത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരെന്ന് ചോദിച്ചാൽ അത് ധനഞ്ജയ യശ്വന്ത് ചന്ദ്രചൂഡാണ് അല്ലെങ്കിൽ DY ചന്ദ്രചൂഡാണ് കേട്ടോ. ധനഞ്ജയ യശ്വന്ത് ചന്ദ്രചൂഡ് എന്നാണ്. DY ചന്ദ്രചൂഡ് എന്നാണ് കേട്ടോ. ഓപ്ഷൻ എ ആണ് അതിന്റെ ശരി ഉത്തരമായിട്ട് വരുന്നത്. 29 എന്നാണ്? താഴെ പറയുന്നവയിൽ മനുഷ്യാവകാശ കമ്മീഷന്റെ ചുമതലകളിൽ ഉൾപ്പെടാത്തത് ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്? ഈ പറയുന്നവയിൽ ഉൾപ്പെടാത്തത് ഏതാണ് വരിക? 4ാമത്തേതാണ് അല്ലെ? മനുഷ്യാവകാശ ധ്വംസനം നടത്തിയ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുക എന്ന് പറയുന്നത് ഇതില് മനുഷ്യാവകാശ കമ്മീഷന്റെ ഇതിനകത്ത് വരുന്ന കാര്യമല്ല. വിവരാവകാശ നിയമം 2005 പ്രകാരം ശരിയായത് കണ്ടെത്താനാണ് ചോദിച്ചിട്ടുള്ളത്. ഈ പറയുന്നവയിൽ D ആണ് ശരി ഉത്തരം എന്ന് പറയുമ്പോൾ 1ാമത്തേതും 3ഉം 4ഉം ശരിയാണ് എന്ന് പറയുമ്പോൾ ഈ നിയമത്തിന് ജമ്മു കാശ്മീർ സംസ്ഥാനം ഒഴികെ ഭാരതം മുഴുവൻ എന്തുണ്ടാവും? വ്യാപ്തി ഉണ്ടാവും. വിദേശ സർക്കാരിൽ നിന്ന് ലഭിച്ചിട്ടുള്ള രഹസ്യ വിവരം വെളിപ്പെടുത്തലിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു. കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷൻ എന്നത് ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും ആവശ്യമെങ്കിൽ 10ൽ കവിയാത്ത അത്രയും എണ്ണം കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷണറും ഉണ്ടായിരിക്കുമെന്നും പറയുന്നുണ്ട്. 1ഉം 3ഉം 4ഉമാണ് ഇതിൻ്റെ അകത്തുള്ള ശരിയായിട്ടുള്ള ഉത്തരങ്ങൾ. അന്തരീക്ഷ താപം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? അന്തരീക്ഷ താപം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്? തെർമോമീറ്റർ ആണ്. അന്തരീക്ഷ മർദ്ദമാണെങ്കിൽ അത് ബാരോമീറ്റർ ആണ്. അന്തരീക്ഷ താപമാണെങ്കിൽ തെർമോമീറ്റർ ആണ്. സമത്വ സമാജം നമുക്കറിയാം. ആരാണ് സമത്വ സമാജം കൊണ്ടുവന്നത്? വൈകുണ്ഠസ്വാമിയാണ് അല്ലെ? വൈകുണ്ഠസ്വാമി കൊണ്ടുവന്നതാണ് സമത്വ സമാജം. അടുത്ത നമ്മുടെ മേൽമുണ്ട് സമരം അല്ലെങ്കിൽ എന്താണ്? മുട്ടിന് താഴെ എത്തും വിധം മുണ്ടെടുക്കാനും മേൽമുണ്ട് ധരിക്കാനും നമുക്കറിയാം ചാന്നാർ ലഹള സിമ്പിൾ ആണ്. അതുപോലെ തന്നെ കൈസർ-ഇ-ഹിന്ദ് പദവി എന്താണ്? കൈസർ-ഇ-ഹിന്ദ് പദവി ബ്രിട്ടീഷ് ഗവൺമെന്റിന് തിരികെ നൽകിയത് ആരെന്നാണ് ചോദ്യം. എന്താണ്? കൈസർ-ഇ-ഹിന്ദ് പദവി ബ്രിട്ടീഷ് ഗവൺമെന്റിന് തിരികെ നൽകിയത് ഗാന്ധിജിയാണ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആരാണ്? ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷനായിട്ട് വരുന്ന ആരാണ് ഈ പറയുന്നവയിൽ? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് അല്ലെ? കറക്റ്റ് ആണ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷനായിട്ട് വരുന്നത്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. അടുത്ത ചോദ്യം എന്താണ്? മരുഭൂമിയിലെ കപ്പൽ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? ഒട്ടകം. മരുഭൂമിയിലെ കപ്പൽ നമുക്കറിയാം ഒട്ടകമാണ്. മെസപ്പൊട്ടോമിയ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? മെസപ്പൊട്ടോമിയ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? നദികൾക്കിടയിലുള്ള പ്രദേശം എന്നാണ്. നദികൾക്കിടയിലുള്ള പ്രദേശം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരം ഏതെന്ന് ചോദിച്ചാൽ അത് ക്വിറ്റ് ഇന്ത്യ സമരമാണ്. ക്വിറ്റ് ഇന്ത്യ സമരം. സിവിൽ നിയമലംഘനമൊക്കെ എഴുതാനുള്ള ചാൻസ് കൂടുതലാണ്. ക്വിറ്റ് ഇന്ത്യ സമരമാണ് ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ.
അടുത്ത 39ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. വിധവകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനായിട്ട് ബോംബെയിൽ ശാരദാ സദൻ ആരംഭിച്ചതാരെന്നാണ് ചോദ്യം. ആരാണ്? പണ്ഡിത രമാബായി ആണ് അല്ലെ, പണ്ഡിത രമാബായി ആണ്. അടുത്ത ഈജിപ്തിന്റെ ജീവരക്തം എന്നറിയപ്പെടുന്നത് നൈൽ നദിയാണ്. ഈജിപ്തിന്റെ ജീവരക്തം നമുക്കറിയാം. അടുത്ത ചോദ്യം എന്താണ്? ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകുകയും ഒരു അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ഉയർത്തുകയും ചെയ്തത് മാഡം ബിക്കാജി കാമയാണ്. പ്രാദേശിക ഭാഷാ പത്ര നിയമം കൊണ്ടുവന്ന ആരാണ്? ലിട്ടൺ പ്രഭുവാണ്. വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമുക്കറിയാം 21A അല്ലെ, ആർട്ടിക്കിളിന്റെ 21A കാര്യവും നമുക്കറിയാന്നുള്ളത് തന്നെയാണ്. സിമ്പിൾ ആണ്. അടുത്ത ചോദ്യം, തിരുവിതാംകൂറിലെ രാജവാഴ്ചയുടെ അഴിമതികളും അനീതികളും വെളിച്ചത്ത് കൊണ്ടുവരുന്നതിനായിട്ട് സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ സ്വദേശാഭിമാനി വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് എന്നുള്ള കാര്യം നമുക്കറിയാം. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക, സംഘടന കൊണ്ട് ശക്തരാകുക എന്ന് പറഞ്ഞ ആരാണ്? ശ്രീനാരായണ ഗുരുവാണ് അല്ലെ, ശ്രീനാരായണ ഗുരുവാണ്. 46 എന്താണ്? പരോക്ഷ നികുതി അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഈ പറയുന്നവയിൽ വ്യക്തിഗത ആദായ നികുതിയാണ് പരോക്ഷ നികുതി അല്ലാത്തത്. ഇന്ത്യയുടെ ധാന്യപ്പുര ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഉത്തര മഹാസമതലമാണെന്നറിയാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി പാടം സ്ഥിതി ചെയ്യുന്നത് ജാർഖണ്ഡിലെ ജാറിയയാണ് അല്ലെ, ജാറിയ ജാർഖണ്ഡ്. പാതിരാക്കൊക്കിന്റെ കേന്ദ്രം ഏതാണ്? കുമരകം. പാതിരാക്കൊക്കിന്റെ കേന്ദ്രം കുമരകം. വറ്റിവരണ്ടു പോയ ഏത് പുഴയുടെ നീരൊഴുക്കാണ് അട്ടപ്പാടിയിൽ വീണ്ടെടുത്തുകൊണ്ടിരിക്കുന്നത്? ഏത് നദിയുടെയാണ്? ഏതാണ്? കൊടുങ്ങരപ്പള്ളം പുഴയാണ് അല്ലെ, കൊടുങ്ങരപ്പള്ളം പുഴയാണ്. അതുപോലെ തന്നെ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് ശക്തി പകർന്ന വരിക സഹചര്യം എന്ന് പറയുന്ന ഗാനം രചിച്ചത് അംശി നാരായണപിള്ളയാണ്. അതുപോലെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് എന്ന് പറയുന്നത് എവിടെയാണ്? നമുക്കറിയാം, അത് ലാഹോർ സമ്മേളനത്തിലാണ്. ബംഗാൾ കർഷകർ നടത്തിയ സന്യാസി കലാപം പ്രമേയമാക്കി രചിച്ച നോവൽ ചോദിച്ചാൽ അത് ഗീതാഞ്ജലിയാണ് കേട്ടോ. ഗീതാഞ്ജലി അല്ല, ആനന്ദമഠമാണ്. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. ഭൂമിയുടെ ഉത്തര ധ്രുവത്തിനെയും ദക്ഷിണ ധ്രുവത്തിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന എന്താണ്? ഏതാണ്? രേഖാംശങ്ങളാണ് കേട്ടോ, രേഖാംശ രേഖകളാണ്. കൂടാതെ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പോരാടുകയും 17ാം വയസ്സിൽ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടുകയും ചെയ്ത ആരാണ്? മലാല യൂസഫ്സായി ആണ്. അറിയാവുന്ന കാര്യമാണ്. 56ാമത്തെ ചോദ്യം, ദക്ഷിണേന്ത്യയിലെ നെല്ലറ എന്താണ്? ദക്ഷിണേന്ത്യയിലെ നെല്ലറ എന്നറിയപ്പെടുന്നത് റൈച്ചൂറാണ്. ഛത്രപതി എന്ന് പറയുന്ന സ്ഥാനം ഏറ്റെടുത്തത് ശിവജിയാണ്. അതുപോലെ കൊടും തണുപ്പുള്ള രാജ്യങ്ങളിൽ സ്ഫടിക മേൽക്കൂരായുള്ള കെട്ടിടങ്ങളിൽ വിളകൾ നട്ടു വളർത്തുന്ന രീതിയെ പറയുന്ന പേരാണ് ഹരിതഗ്രഹ കൃഷി അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് ഗ്യാസിംഗ് എന്ന് പറയും. ഗ്രീൻ ഹൗസ് ഫാമിംഗ് എന്ന് പറയും. അടുത്തെന്താണ്? ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം നമുക്കറിയാം, അത് ഇന്ത്യയാണെന്നുള്ളത് അറിയാം. മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടുന്നത് ചോദിച്ചാൽ സമത്വത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ഭരണഘടനാപരമായിട്ടുള്ള പരിഹാരത്തിനുള്ള അവകാശം. അതുകൊണ്ട് തന്നെ ഇവയെല്ലാം വരുന്നുണ്ട്. ഭക്ഷ്യവസ്തുക്കളിൽ മഞ്ഞ നിറം നൽകുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന രാസവസ്തു ഏതെന്നാണ് നമ്മുടെ അടുത്ത ചോദ്യം. ഈ പറയുന്നവയിൽ ഏതാണ്? ടാർട്രസിൻ ആണ് കേട്ടോ, ടാർട്രസിൻ തന്നെയാണ്. കേരളത്തിലെ പ്രമേഹ രോഗികളായ BPL വിഭാഗക്കാരിലെ മുതിർന്ന പൗരന്മാർക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ കൊടുക്കുന്ന പദ്ധതിയുടെ പേരെന്താണ്? വയോമധുരം പദ്ധതിയാണ്. മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തെ ആവരണം ചെയ്യുന്നതാണ്? പെരികാർഡിയം നമുക്കറിയാം, ഹൃദയത്തെ ആവരണം ചെയ്യുന്നതാണ്. അന്തരീക്ഷ വായുവിലൂടെ പകരാത്ത രോഗം ഏതെന്നാണ് ചോദിച്ചത്. അന്തരീക്ഷ വായുവിലൂടെ പകരാത്ത രോഗം, അത് ക്ഷയം, ഡിഫ്തീരിയ, കുഷ്ഠം, അതുപോലെ തന്നെ ചിക്കൻ പോക്സ് എന്നിവ. ഇങ്ങനെ 4 ഓപ്ഷൻസ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഈ പറയുന്നവയിൽ കുഷ്ഠം കോണ്ടാക്ട് മുഖാന്തരമേ നടക്കത്തുള്ളൂ. ബാക്കിയുള്ള ക്ഷയവും ഡിഫ്തീരിയയും ചിക്കൻ പോക്സും ഒക്കെ എന്താണ്? വായുവിലൂടെ പകരുന്നതാണ്. ജീവകം എയുടെ അപര്യാപ്തത കൊണ്ടുണ്ടാവുന്ന രോഗം ഏതാണ്? നിശാന്തതയാണ്. ചന്ദ്രശങ്കര എന്ന് പറയുന്നത് എന്താണ്? ചന്ദ്രശങ്കര നമ്മൾ നേരത്തെയും ഇതൊരു മറ്റൊരു ക്വസ്റ്റ്യനിൽ കണ്ടിട്ടുള്ളതാണ്. തെങ്ങാണ് അല്ലെ, ചന്ദ്രശങ്കര തെങ്ങാണ്. ഏഷ്യയിലെ തന്നെ ആദ്യത്തെ ബട്ടർഫ്ലൈ പാർക്ക് എന്ന് വെച്ചാൽ നമുക്കറിയാം തെന്മലയാണ്. കൂടാതെ പപ്പായയുടെ ജന്മദേശം എവിടെയാണ്? പപ്പായയുടെ ജന്മദേശം അമേരിക്കയാണ് കേട്ടോ, അമേരിക്കയാണ്. നെൽച്ചെടിയുടെ പരാഗണകാരി ആരെന്ന് ചോദിച്ചാൽ ആരാണ്? നെൽച്ചെടിയുടെ പരാഗണകാരി ആരാണ്? നമുക്കറിയാം, ഏതാണ്? കാറ്റാണ് അല്ലെ, നെൽച്ചെടിയുടെ പരാഗണകാരി കാറ്റാണ്. കേരളത്തിലെ വൻ നാശനഷ്ടം വരുത്തിയിട്ടുണ്ടായിരുന്ന ഓഖി ദുരന്തം ഉണ്ടായത് എപ്പോഴാണ്? 2017 നവംബർ 29 ഓഖി. പൊട്ടാസ്യം പെർമാഗ്നേറ്റ് തരികൾ ചൂടാക്കിയാൽ ഉണ്ടാകുന്ന വാതകം ചോദിച്ചാൽ ഏതാണ്? ഓക്സിജൻ ആണ്. നമ്മളത് കൊച്ചു ക്ലാസ്സുകളിലെ പഠിക്കുന്നതാണ്. ഓക്സിജൻ തന്നെയാണ് അല്ലെ, ഓക്സിജൻ ആണ്. അടുത്ത ചോദ്യം, വ്യത്യസ്ത മണ്ണിനങ്ങളുടെ pH മൂല്യം തന്നിരിക്കുന്നു. ഇതിൽ pH മൂല്യം അല്ലെങ്കിൽ ഏത് pH മൂല്യമുള്ള മണ്ണിനാണ് കുമ്മായം ചേർക്കേണ്ടതെന്ന് ചോദിച്ചാൽ അത് 3 ഉത്തരം വരുന്നത്. ഒറ്റ മൂലകത്തെ മറ്റു മൂലകങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന കണം ഈ പറയുന്നവരേതാണ്? പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ, അതുപോലെ പോസിട്രോൺ പറയുന്നുണ്ട്. പ്രോട്ടോൺ ആണെന്നുള്ള കാര്യം നമുക്കറിയാം. 74ാമത്തെ എന്താണ്? ചൂടെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് ലോഹത്തിന്റെ അയിരാണ്? കലാമിൻ നമുക്കറിയാം സിങ്കിന്റെ അയിരാണ്. അടുത്ത അലസവാതകങ്ങൾ കാണപ്പെടുന്നത് ഏത് ഗ്രൂപ്പിലാണ്? ഗ്രൂപ്പ് 18 അലസന്മാരൊക്കെ ഉള്ളത്.
തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപം പ്രക്ഷേപണം ചെയ്യുന്ന രീതിയെ ഏത് പേരിൽ അറിയപ്പെടുന്നു എന്നാണ് അടുത്ത ചോദ്യം. എന്താണ്? സംവഹനമാണ്. 77ാമത്തെ ചോദ്യത്തിൽ നമുക്ക് ചെറിയൊരു സംശയമുണ്ട്. ഒന്നിലെ ചോദ്യം PSC ക്യാൻസൽ ചെയ്യും, അല്ലാന്നുണ്ടെങ്കിൽ ഇതിന് എന്തെങ്കിലും ഒരു ആൻസർ കീ കേരള PSC പബ്ലിഷ് ചെയ്യുമെന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്. അടുത്ത എന്തായാലും നമുക്ക് 78ലേക്ക് കടക്കാം. ചന്ദ്രൻ ഭൂമിയെ ഒരു തവണ പരിക്രമണം ചെയ്യുന്നതിന് എത്ര ദിവസം വേണ്ടി വരുമെന്നാണ് നമ്മുടെ 78ാമത്തെ ചോദ്യം. നമുക്കറിയാം 27 1/3 ദിവസം അല്ലേ. അടുത്ത താഴെ തന്നിരിക്കുന്നവയിൽ ദോലനവുമായി ബന്ധപ്പെട്ട ചലനം ചോദിച്ചാൽ അത് ഊഞ്ഞാലിന്റെ ആട്ടമാണ് ദോലനവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ചലനം. അടുത്ത വിവിധ തരം ദർപ്പണങ്ങളുടെ സവിശേഷതകൾ താഴെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ കോൺകേവ് ദർപ്പണത്തിന്റെ സവിശേഷത ചോദിച്ചാൽ എയും സിയും ആണ്. വസ്തുവിന് സമാനമായ പ്രതിബിംബം രൂപീകരിക്കുന്നു, വസ്തുവിനേക്കാൾ വലിയ പ്രതിബിംബം രൂപീകരിക്കുന്നു എന്ന് പറയുന്ന പോയിന്റുകളാണ് ഇതിൽ ശരിയായിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. ഓക്കെ, ഇത് കോൺകേവിന്റെ കേസാണ്. അടുത്ത നമുക്ക് മാത്സ് ആണ്. മാത്സിലെ 81ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം ഓപ്ഷൻ സി ആണ്. 82 ആണെങ്കിൽ അത് ഓപ്ഷൻ എ ആണ്. 82 ഓപ്ഷൻ എ ആണ്. 83 ആണെങ്കിൽ അത് ഓപ്ഷൻ ബി ആണ്. 83 ഓപ്ഷൻ ബി 3 ആണ് ഉത്തരം. 84 നോക്കാം, നമുക്ക് ഡയറക്ഷനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ചോദ്യം. 5 ആണ് അതിന്റെ ഉത്തരമായിട്ട് വരുന്നത്. 86ാമത്തതിന്റെ ഉത്തരം ഓപ്ഷൻ സി. 84 ഓപ്ഷൻ സി ആണ്. 85 ഓപ്ഷൻ സി തന്നെയാണ് ഉത്തരം. അടുത്ത 86ാമത്തതിന്റെ ഉത്തരം കണ്ടല്ലോ, ഈ മാർക്ക് ചെയ്യുന്നതാണ് ഉത്തരം കേട്ടോ. അടുത്ത 86ാമത്തെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. 86 ഓപ്ഷൻ ബി ആണ്. 87 ഓപ്ഷൻ സി ആണ് ഉത്തരം. 86 ആണ്. അടുത്ത 88ാമത്തെ ഉത്തരം നോക്കാം. 88 ഓപ്ഷൻ സി ആണ് ഉത്തരം. 48 ആണ്. 89 വരുന്നതും ഓപ്ഷൻ സി തന്നെയാണ്. 51 ആണ് അതിന്റെ ഉത്തരം വരുന്നത്. 90ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. അടുത്ത നമുക്ക് 91 നോക്കാം. 91 ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. 92ാമത്തെ ചോദ്യത്തിന്റെ ശരി ഉത്തരം നോക്കാം നമുക്ക്. 92ാമത്തത് ഓപ്ഷൻ ഡി ആണ്. 92 ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 93ാമത്തതിന്റെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി 34. 94ാമത്തെ ചോദ്യത്തിന്റെ ശരി ഉത്തരം 94ാമത്തെ ചോദ്യത്തിന്റെ ശരി ഉത്തരം ഓപ്ഷൻ ബി തന്നെയാണ്. അടുത്ത 95ാമത്തെ നോക്കാം. 95ാമത്തെ ചോദ്യത്തിന്റെ ശരി ഉത്തരം ഏതെന്ന് നോക്കാം നമുക്ക്. 95ാമത്തെയാണ് ലാസ്റ്റ്. 95ാമത്തെ ചോദ്യമാണ്. 95ാമത്തെ ചോദ്യത്തിന്റെ ശരി ഉത്തരം വരുന്നത് 1095 ഓപ്ഷൻ സി ആണ്. അടുത്ത 96ാമത്തെ നോക്കാം. 96ാമത്തെ ചോദ്യത്തിന്റെ ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 97 നോക്കാം. 97ന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി 12%. 98ാമത്തെ ചോദ്യം നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ ബി ആണ് അതിന്റെ ഉത്തരമായിട്ട് വരുന്നത്. 99ാമത്തെ ചോദ്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ സി -1. 100ാമത്തെ ആണെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ എ ആണ് 147. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മുടെ 10th പ്രിലിംസിന്റെ തേർഡ് ഫേസിന്റെ ഉത്തരം വരുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോയുടെ താഴെ ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു പോൾ നോക്കാം. പോളിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഒരു കറക്റ്റ് ആയിട്ട് ഒരു അനലൈസിസ് തിങ്കളാഴ്ച ചെയ്യാം. നമ്മുടെ ഫസ്റ്റ് ഫേസും സെക്കൻഡ് ഫേസിന്റെയും തേർഡ് ഫേസിന്റെയും നിങ്ങളുടെ മാർക്ക് റേഞ്ച് എത്രയുണ്ടെന്നുള്ള കാര്യം ഞാനിവിടെ സർവേ മുഖാന്തരം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അതിന്റെ ഒരു റിസൾട്ട് എന്തായാലും തിങ്കളാഴ്ച പബ്ലിഷ് ചെയ്യാം. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും, നിങ്ങൾക്ക് പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ള കാര്യം നിങ്ങളൊന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. പുതിയൊരു വീഡിയോ ക്ലാസ്സൊക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതിലേക്ക് എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.